എന്തുകൊണ്ട് മെസ്സിയേക്കാൾ റൊണാൾഡോയെ ലോകം സ്നേഹിക്കുന്നു? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? മെസ്സി കളിക്കുന്നത് ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ്, പക്ഷേ റൊണാൾഡോയെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ആവേശം കൊള്ളും. അതെന്താ അങ്ങനെ? കളിക്കളത്തിലെ പ്രതിഭ നോക്കിയാൽ മെസ്സിയാണ് കേമൻ. എന്നിട്ടും എന്തുകൊണ്ട് റൊണാൾഡോയ്ക്ക് ഇത്രയധികം ആരാധകരുണ്ടായി? ഈ ചോദ്യം നിങ്ങളെയും കുഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫുട്ബോളിനപ്പുറം മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരും. മെസ്സിയെ ഒരു സാധാരണ മനുഷ്യനായി കാണാനാവില്ല. കാലിൽ പന്തെത്തിയാൽ കളിക്കളത്തിൽ അയാളൊരു മാന്ത്രികനാണ്. പ്രതിരോധ നിരയെ അനായാസം മറികടന്ന് മുന്നേറുന്ന ആ കാഴ്ച അതിമനോഹരമാണ്. ചിലപ്പോൾ വീഡിയോ ഗെയിമിൽ പോലും ഇത് സാധ്യമല്ല. കളിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും കൃത്യമായ കാഴ്ചപ്പാടുമാണ് മെസ്സിയുടെ പ്രധാന മികവ്. ഗോളുകൾ നേടുന്നതിലും അവസരങ്ങൾ ഒരുക്കുന്നതിലും അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾക്ക് ഇന്ന് കിടപിടിക്കാൻ മറ്റാരുമില്ല. ഒരർത്ഥത്തിൽ മെസ്സിയോളം സമ്പൂർണനായ ഒരു കളിക്കാരൻ ഇന്ന് ലോകത്തിലില്ല. ഞാനൊരു ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകനാണെങ്കിൽ പോലും കളിയുടെ ഓരോ മുക്കും മൂലയും കീറി പരിശോധിച്ചാൽ ഒരുപടി മുകളിൽ മെസ്സി തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരും. റെക്കോർഡ്, ബാലൻ ഡിയോർ, ഗോളുകളുടെയും അസിസ്റ്റുകളുടെയും കണക്കുകൾ, ഒടുവിൽ നേടിയ ലോകകപ്പ് കിരീടം, ഇതെല്ലാം മെസ്സിയെ എക്കാലത്തെയും മികച്ചവനാക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് റൊണാൾഡോയ്ക്ക് ഇത്രയധികം ആരാധകരുള്ളത്? അതിലേക്കു കടക്കാം. 2002-ൽ പോർച്ചുഗീസ് ക്ലബ്ബായ സ്പോർട്ടിംഗിൽ തന്റെ കരിയർ ആരംഭിച്ച റൊണാൾഡോ ലോകത്തിലെ മികച്ച ലീഗുകളായ ഇംഗ്ലണ്ട്, സ്പെയിൻ, ഇറ്റലി എന്നിവിടങ്ങളിലെ ക്ലബ്ബുകൾക്കായി കളിച്ചിട്ടുണ്ട്. സാധാരണ കളിക്കാരെ പോലെ ക്ലബ്ബുകൾ മാറി കളിച്ചുപോകുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. ക്ലബ്ബ് മാറിയപ്പോഴും രാജ്യം മാറിയപ്പോഴും അവിടങ്ങളിലെ ആരാധകരെ കൂടി തന്നോടൊപ്പം നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഫുട്ബോൾ കളിക്കാരൻ എന്നതിനപ്പുറം തന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗിച്ച് റൊണാൾഡോ ഒരു ആഗോള ബ്രാൻഡ് കെട്ടിപ്പടുത്തു. പരസ്യങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അദ്ദേഹം ലോകമെമ്പാടുമുള്ള ആരാധകരെ തന്നിലേക്ക് അടുപ്പിച്ചു. ഫുട്ബോളിനെക്കുറിച്ച് അറിയാത്തവർക്ക് പോലും അദ്ദേഹത്തെ പരിചിതനാക്കി. ഇത് അദ്ദേഹത്തിന്റെ ആരാധകവൃന്ദം വർദ്ധിക്കുന്നതിനും കാരണമായി. കളിക്കളത്തിൽ ആരെയും ആവേശം കൊള്ളിക്കുന്ന ശൈലിയും ഗാലറിയെ ഇളക്കിമറിക്കാനുള്ള കഴിവും ക്രിസ്ത്യാനോയെ വ്യത്യസ്തനാക്കുന്നു. എതിരാളികളെപ്പോലും ആരാധകരാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ക്രിസ്ത്യാനോയുടെ ആരാധകനിര വർദ്ധിക്കാൻ പ്രധാന കാരണമാണ്. ആത്മവിശ്വാസം തുളുമ്പുന്ന ചിരിയും തനതായ ആറ്റിറ്റ്യൂഡും സ്റ്റൈലൻ ഫോട്ടോകളും ആരെയും ക്രിസ്ത്യാനോയുടെ ആരാധകനാക്കാൻ പോന്നവയാണ്. ദാരിദ്ര്യത്തിന്റെ കൈപുനീർ കുടിച്ചു വളർന്ന ബാല്യത്തിൽ നിന്ന് തെരുവുകളിൽ പന്തുതട്ടി കഠിനാധ്വാനവും അസാമാന്യ ഇച്ഛാശക്തിയും ചിട്ടയായ ജീവിതവും കൊണ്ട് ക്രിസ്ത്യാനോ ലോകം കണ്ട മികച്ച താരമായി മാറിയതാണ്. കഷ്ടപ്പെടാൻ മടിയില്ലാത്ത ഒരു സാധാരണക്കാരന്റെ വൈകാരിക യാത്രയാണ് റൊണാൾഡോയുടേത്. ആരോഗ്യത്തിലും ചിട്ടയായ ജീവിതശൈലിയിലും അസാമാന്യ അച്ചടക്കം പുലർത്തുന്ന ക്രിസ്ത്യാനോ ഒരു മികച്ച ഫിറ്റ്നസ് റോൾ മോഡൽ കൂടിയാണ്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും കൃത്യമായ ഭക്ഷണക്രമവും ജീവിതരീതിയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമേകുന്നു. ഫുട്ബോൾ പ്രേമികളില്ലാത്തവരെ പോലും ആകർഷിക്കാൻ റൊണാൾഡോയ്ക്ക് സാധിക്കുന്നത് ഇതുകൊണ്ടാണ്. ഒരു പോരാളിയുടെ അതിജീവനകത എപ്പോഴും മനുഷ്യന്റെ മനസ്സിനെ ആകർഷിക്കും. റൊണാൾഡോയെ ആളുകൾ പെട്ടെന്ന് ഏറ്റെടുക്കുന്നതിന്റെ മനഃശാസ്ത്രവും ഇവിടെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ നമ്മുടെയെല്ലാം സ്വപ്നങ്ങളും കഷ്ടപ്പാടുകളുമുണ്ട്. അത് ഓരോ സാധാരണക്കാരന്റെയും പ്രതിബിംബമാണ്. ആരാണ് മികച്ചത് എന്ന ചോദ്യം ഇവിടെ അപ്രസക്തമാണ്. മെസ്സി കാൽപന്ത് കളിയിലെ അത്ഭുതമാണ്. റൊണാൾഡോ കഠിനാധ്വാനത്തിലൂടെ ലോകം കീഴടക്കിയ പോരാളിയും. ആ പോരാട്ടവീര്യത്തിന്റെ പ്രതിഫലനം തന്നെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും കാണുന്ന അദ്ദേഹത്തിന്റെ വലിയ ആരാധക സമൂഹം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്സും ഷെയർസും ഞങ്ങൾക്ക് വളരെ വിലയേറിയതാണ്.